കുരുമുളക് എരിവ് കൂടിയെന്നേ ആവശ്യമില്ലാത്ത കണക ആ മറ്റേ പാട്ട് പഠിക്കാടാ കവിത ഈ സമയത്ത് കവിത പറ്റില്ല ഞാൻ പറയണ കേട്ടോ പാട്ട് മതി അമ്മാവനാ പറയണ പാട്ട് ഒരു കവിത പാട്ട് പാടും പാട് പാൽക്കടലിനോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ പാൽക്കടലിനോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ സമ്മാനമായി നിനക്കൊരു വെള്ളാമ്പൽ പൂതരാ വെള്ളാമ്പൽ പൂതരാ പാൽക്കടലിനോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ പാൽക്കടലിനോളങ്ങളെ അത്ര കഴിഞ്ഞ് ബാക്കി നല്ല പാട്ടാ അത് നല്ല നല്ല ഷാപ്പ് പാട്ട് പാട് ഷാപ്പ് പാട്ട് പിച്ച് ശരിയില്ലടാ പഠിച്ചു വേറെ പാട്ട് പാടാം താനോ താനും താനിന്നോ താനിന്നാനോ താനോ താനും താനിന്നോ താനിന്നാനോ താനോ താനിന്നോ താനിന്നാനോ താനോ താനിന്നോ താനിന്നാനോ മാനുണ്ടളികനും തോട്ടുവരമ്പ പോകുമ്പോ തോട്ടുവരമ്പത്തൊരു ചക്കത്തുണ്ടം ചക്കത്തുണ്ടം കൊണ്ടുപോയി നെഞ്ചിൽ മുട്ടി തിന്നുമ്പോ വടക്കറത്ത പാറ്റ പോലെ എന്റെ അമ്മൂസിനും വന്ന് പാട്ടുണ്ടെങ്കിൽ പാട് പന്തലിറങ്ങി പാട് പാട്ടില്ലെങ്കിൽ പോ 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 പോവാൻ നിനക്ക് വിരോധം ഉണ്ടെങ്കിൽ അത് തുടർന്ന് പറയാം പാട്ട് പാടി പോവാൻ പറയല്ലേ കുംഭമാസം പിറക്കട്ടെ കുമ്പളക്കൊറ്റ വന്നട കുമ്പളക്കൊറ്റ ഞാൻ എന്നല്ല അമ്മാവൻ അമ്മാവാ അമ്മാവനാ അമ്മാവനാ തക്കളി എന്റെ മോള് തക്കളി അതെ നിന്റെ മോള് ഇവന്റെ മരുള് അതെ അളിയ സംഭവം അളിയൻ ഞാൻ അളിയനല്ല പറഞ്ഞില്ലേ അമ്മാവൻ ആരാണ് അളിയ ആരാ അമ്മാവ് നീ പറ എന്റെ അമ്മാവ ഞാൻ അമ്മാവനല്ല നീ ഇപ്പുറത്ത് അമ്മാവനെ അപ്പുറത്ത് വിട് അവന് തെറ്റുണ്ടോ ഇവിടെ ഇപ്പൊ ഞാൻ അമ്മാവൻ ഈ വലിയ എന്നെ തെറ്റിക്കാൻ എന്താ പറഞ്ഞു നീ ആരാന്ന് പറഞ്ഞു ഞാൻ അളിയൻ അളിയൻ നീ പറയാനുള്ള പറ എനിക്ക് വേണ്ട ഒരു കാര്യം പറയാം വർഷം എത്രയായി ഞാൻ പങ്കത്തിലെ കല്യാണം കഴിച്ചു പക്ഷെ കല്യാണം കഴിച്ചല്ലോ കുട്ടി ഉണ്ടായതല്ലേ പറയുമ്പോ എല്ലാം പറയണം പറഞ്ഞോ അല്ല സത്യം പറഞ്ഞ എന്താ കുഴപ്പം എനിക്ക് നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഇവന് മാപ്പ് കൊടുക്കുകയാണ് എന്തിന് എനിക്കെന്തിനാ നിന്റെ മാപ്പ് ഇവന്റെ പെങ്ങളെ ഒരു പൈസ പോലും സ്ത്രീധനം വാങ്ങിയതാണ് ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് പോയത് അതിൽ ഞാൻ ഇവന് മാപ്പ് കൊടുക്കുകയാണ് ഓണാപ്പുല്ലേ നീ എന്റെ പങ്ങളെ അടിച്ചുകൊണ്ട് പോയതിന് നീ എന്തിനാ എനിക്ക് മാപ്പ് വരുന്നത് എനിക്ക് നിന്റെ മാപ്പ് വേണ്ട എടാ നയാ പൈസ സ്ത്രീധനമായിട്ട് ഞാൻ മേടിച്ചു വിട്ടോ എനിക്ക് താല്പര്യമില്ല പറയണ മോനെ ഒരു ചില്ലി ഒരു നൂല് അവർക്ക് കൊടുക്കാൻ നൂല് കൊടുക്കണോ ചരട് കൊടുക്കണോ ഞാനേ ഇവിടെ തീരാൻ പറയില്ല കാര്യങ്ങൾ പറയില്ല അമ്മാവന് ഇതൊക്കെ അറിയാവുന്നതായിരിക്കും അല്ലേ കൊള്ളാവുന്ന ഒരാളെയാണ് അവള് കണ്ടെത്തിയതെങ്കിൽ ഞാൻ അവൾക്ക് കൊടുക്കും എടാ അതിനെ പോലെ ഒരു കോന്തനായി പോയതുകൊണ്ട് ഞാൻ എന്തിനു കൊടുക്കണം എടാ പൂവും മാരിയിട്ട് തൊഴണം ഇങ്ങനെ വിടുന്നത് കളിയല്ല കാടിച്ചു കൊണ്ടുവന്നവർക്ക് സ്ത്രീധനം കൊടുത്തുള്ള ഏത് തറവാട്ടിലാണ് എനിക്ക് വേണ്ട ഇവന്റെ പൂത്ത സ്ത്രീധനം ഭാഷ
ഹലോ, പോലീസ് സ്റ്റേഷനിൽ നിന്നാ? എന്താ സാറേ? അയ്യോ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടുപേരും കൂടെ അവിടെ സന്തോഷമായിട്ട് ഇരിക്കുകയായിരുന്നല്ലേ. 3 പേരുണ്ടായിരുന്നു. അയ്യോ, അഴകേശനും കൂടെ അവൻ ചെന്നാണ് അവിടെ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. ഞങ്ങൾ ദാ വരുന്നു സാറേ. സാറേ അവനെ ഉപദ്രവിക്കരുതേ സാറേ. എന്താന്ന് എന്താ? നമ്മൾ ഇങ്ങോട്ട് വരാഞ്ഞിരുന്നു. അവന്മാര് 3 പേരും കൂടെ അഴകേശൻ വീട്ടിൽ ചെന്നിരുന്നു. 3 പേരും കൂടെ അടിച്ച് മിറ്റായി. എന്നിട്ടോ അയൽവാസികൾ ആരാണ്ട് പരാതി പറഞ്ഞ് പോലീസുകാരൊന്ന് അവരെ തൂക്കിക്കൊണ്ടുപോയി. നമ്മൾ എന്നാലും അവനെ ഇറക്കി വിടുമെന്ന്. പിന്നെ വെറുതെ എനിക്ക് വയ്യ, ഞാൻ എന്ത് ചെയ്യും? ഇവിടുന്ന് ഓട്ടോറിക്ഷ കിട്ടുമോ? ഇല്ല, ഇനി പോലീസുകാരോട് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. ആ ബാഗൊക്കെ എടുക്ക്, ഇതൊക്കെ എടുക്ക്. ഒരു അമ്മാവൻ ആറ്റുകാലമ്മയ്ക്ക് നേർച്ച നേർന്നുണ്ടായ മോനാ നീ. ഈ ദിവസം തന്നെ നീ ഇത് ചെയ്യണോടാ. എടാ അഴകേശ, നിനക്ക് എങ്ങനെ തോന്നിയാടാ ഈ പിള്ളേരുടെ കൂടെ ചേർന്ന് ഇങ്ങനെ കുടിക്കാനായിട്ട്? ഞാൻ എന്തിനാ പൊങ്കാലിടാൻ പോയത്? കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് ഒരു കുഞ്ഞുണ്ടായില്ല. അതിനു വേണ്ടിയല്ലേ ഞാൻ മുടങ്ങാതെ പൊങ്കാലിടാൻ പോയത്. നിങ്ങൾ ഈ തോന്നിയ മാസം കാണിക്കാൻ തുടങ്ങി എങ്ങനെ ചോദിക്കാം ഇതിനോട്? ഇങ്ങോട്ട് വരാൻ, അങ്ങോട്ട് ചെല്ലാൻ. മിണ്ടരുത് നിങ്ങള്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നെ കൊന്നു തിന്നാൻ തന്നെയാണോ? ഒരു വീടില്ല, കുടുംബമില്ല, ഒന്നുമില്ല. തോന്നിയാസം കാണിക്കാം നിങ്ങൾ. തോന്നിയാസം കാണിക്കോ? നിങ്ങൾക്കൊരു മോളുണ്ടോ? നിങ്ങൾ കൊല്ലാ വേണ്ടത്. നോട്ട് കല്ലടിച്ച് ഞാൻ ഈ പേരക്കാത്തിടും. എന്നിട്ട് കഞ്ഞി അരിഞ്ഞേ എന്നെ കൂടെ ചെയ്യിപ്പിക്കരുത്. പെണ്ണുങ്ങൾ ആറ്റുകാല് പൊങ്കാലിടാൻ പോണ എന്തിനാണെന്ന് അറിയാമോ? കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവാനാ. അതെങ്ങനെയാ? പെണ്ണുങ്ങളെ കൊണ്ട് ഇറങ്ങുമ്പോ തുടങ്ങത്തില്ലേ കുടിച്ചു കൂത്താടാനായിട്ട്. അല്ല, നാട്ടില് കുറെ എണ്ണം ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളെന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. നീയൊക്കെ ഒരേ മനസ്സോടെ പെണ്ണുങ്ങൾ പൊങ്കാലയിടാൻ പോകുമ്പോ പ്രാർത്ഥിക്കണം. എങ്കിലേ ദേവി പ്രസാദം സ്വീകരിക്കൂ. അല്ലെങ്കിൽ ഒരു ദേവി ഒരു പ്രസാദവും സ്വീകരിക്കത്തില്ല. നിങ്ങൾക്കൊക്കെ അറിയാമോ? അല്ല, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. നീയൊക്കെ അനുഭവിച്ചോ ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത്. Versus Alien.